ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ അപൂർവ അസുഖങ്ങളിൽപ്പെട്ട ഒരു അസുഖമാണ് എൻ്റെ മകൾക്കുള്ളത്. കേരള ഡാൺലോസ് സിൻഡ്രോം ടൈപ്പ് 4 എന്നാണ് അസുഖത്തിൻ്റെ പേര്. ശരീരത്തിലെ രക്തക്കൊഴലുകൾ പൊട്ടി രക്തം വാർന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഡെയിലി 20 പാഡ് വരെയാണ് ആ കുട്ടി ഉപയോഗിക്കുന്നത്. ഒരു പെൺകുട്ടി എന്ന നിലയിൽ, ആ പെൺകുട്ടിയുടെ അമ്മ എന്ന നിലയിൽ ആ കുട്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കണ്ടു നിൽക്കാൻ മാത്രമേ എനിക്ക് കഴിയാറുള്ളൂ. ഞാനും എൻ്റെ കുട്ടിക്ക് 17 വയസ്സാണ് ഉള്ളത്. അവൾക്ക് സർജറി, ഇഞ്ചക്ഷൻസ്, ആൻറ്റിബയോട്ടിക്കുകൾ ഒന്നും തന്നെ എടുക്കാൻ കഴിയുകയില്ല. 10ാമത്തെ വയസ്സ് മുതൽ ഇപ്പോൾ 17 വയസ്സ് വരെയാണ്. ഇത്രയും വർഷം ആ കുഞ്ഞ് അനുഭവിക്കുന്ന പ്രയാസം കണ്ടാൽ ഞങ്ങൾക്ക് ചിലപ്പോഴും തോന്നാറുണ്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്ന്. ലോകത്തിലെങ്ങും തന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. ഞങ്ങൾ കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങി. ഇപ്പോൾ ആ കുട്ടി പറഞ്ഞല്ലോ, അതിൻ്റെ പകുതി കരൾ അതിൻ്റെ അച്ഛന് പകുത്തു കൊടുത്തു. ആ കുട്ടി പറഞ്ഞത് ശരിയാണ്. തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ 2 വർഷം കൊണ്ട് എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ചിലവാക്കിയത് 4.5 ലക്ഷം രൂപയാണ്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് മതിയായ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ ഞങ്ങളെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്തിനാണ് ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ വരുന്നത്? ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് നൽകാൻ ഇവിടെ കഴിയില്ല എന്ന് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതല്ലേ. എൻ്റെ കുട്ടിയുടെ കണ്ണിലെ രക്തക്കുഴൽ പൊട്ടി കണ്ണു നിറയെ ബ്ലഡുമായി ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ തിരിച്ചു പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് ചെങ്ങന്നൂർ ഹോസ്പിറ്റലിലെ ഡോക്ടർ കുരുവിള സാറാണ് കുഞ്ഞിനെ ട്രീറ്റ് ചെയ്തിട്ട്, അത് ഞായറാഴ്ച ദിവസമായിട്ട് സാറിനെ വിളിച്ചപ്പോൾ സാറ് പള്ളിയിൽ നോടി വന്നാണ് എൻ്റെ കുഞ്ഞിനെ നോക്കിയത്. എന്നിട്ട് സാറ് പറഞ്ഞു നിങ്ങൾ ഇന്നലെ ചെയ്ത ടെസ്റ്റുകളിലെല്ലാം കുഞ്ഞിൻ്റെ ബ്ലഡ് കണ്ണിലേക്ക് രക്തക്കുഴൽ പൊട്ടി ഇറങ്ങുന്നത് അതിലുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്ന് സാറ് ചോദിച്ചിട്ട് സാർ അതിനുള്ള 2 ഡ്രോപ്സ് തന്നിട്ട് നാളെ തന്നെ തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞു. ആ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങളോട് ആര് പറഞ്ഞു ഈ ഡോക്ടറുടെ ലെറ്റർ വാങ്ങിക്കൊണ്ട് ഇവിടേക്ക് വരാൻ? എന്നാൽ പിന്നെ അവിടെ ട്രീറ്റ് ചെയ്താൽ പോരായിരുന്നോ, എന്തിനാ ഇവിടേക്ക് വന്നേ എന്ന് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ച് വിടുകയാണ്. എന്നിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പറയുമ്പോൾ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം ഞാൻ ആ ഡോക്ടറോട് ചോദിച്ചതാണ്, സാറേ താലപ്പൊലി എടുത്തുകൊണ്ടാണോ ഇനി ഞങ്ങൾ വരേണ്ടത്, അതോ ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ എന്താണ് സാറിന് തരേണ്ടത്? തിരുവനന്തപുരം ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് കൈക്കൂലി കൊടുത്തതെന്ന് പറയുന്ന രൂപ 22,000 2 വർഷം കൊണ്ട് ആ ഡോക്ടർക്ക് കൊടുത്തു. അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. കേരള സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കയറി ഇറങ്ങി. മന്ത്രി സജി ചെറിയാൻ്റെ വീടിന് തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഒരു 10 ചുറ്റളവിലെ 10 വീടിനപ്പുറമാണ് ഞാൻ താമസിക്കുന്നത്. 6 വർഷം മുമ്പ് മന്ത്രി സജി ചെറിയാനെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞ എന്താണോ വേണമെന്നെല്ലാം ഞങ്ങൾ ചെയ്യും, പക്ഷേ ഞങ്ങളുടെ വീട് പാസ് ചെയ്താണ് മന്ത്രി എന്നും വീട്ടിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും. ഒരിക്കൽ പോലും എൻ്റെ കുട്ടിക്ക് എന്താണെന്നോ എന്താണ് ആവശ്യമെന്നോ പറഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് കൊടിക്കുന്നിൽ സുരേഷ് സാർ MP, അടൂർ പ്രകാശ് സാറ് ഇവരെല്ലാവരും റെയിൽവേ മന്ത്രിക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ തന്ന് ഞങ്ങളെ സഹായിച്ചതാണ്. ഈ പോണ്ടിച്ചേരി ഹോസ്പിറ്റലിൽ പോകാൻ എല്ലാ മാസവും എൻ്റെ കുട്ടിക്ക് പോകണം. 40,000 രൂപയ്ക്ക് മേളിൽ എല്ലാ മാസവും ചിലവുണ്ട്. കൂലിപ്പണിക്കാരനാണ് എൻ്റെ ഭർത്താവ്. ഞങ്ങൾക്ക് ഈ കുട്ടിയെ കൂടെ 2 കുട്ടികളും ഉണ്ട്. അവരുടെ പഠനവും കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റും ഒന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഈ കുട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇന്ന് തന്നെ ഞങ്ങൾ ഈ പരിപാടിക്ക് വരുമ്പം എൻ്റെ മകൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോനെ സ്കൂളിൽ വിടാതെ കുഞ്ഞിന് കാവലെടുത്തിട്ടാണ് വരുന്നത്. 2 വട്ടം എൻ്റെ കുഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതാണ്. ഭാഗ്യം കൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ നേരുകൊണ്ടുമാണ് അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഇപ്പോൾ അവൾ BSc സൈക്കോളജി പഠിക്കുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ വർഷത്തെ എക്സാം ഫസ്റ്റ് ഇയർ അവൾക്ക് എഴുതാൻ പറ്റിയില്ല. ആ സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ തുടയുടെ കാലിലെ ഞരമ്പ് പൊട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. 2 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്തിപ്പോൾ പിച്ച വെച്ച് നടക്കുന്നു. അതേ സ്ഥാനത്ത് ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്നും അതിയായ ബ്ലഡ് വരുന്നു. ഒരു മുണ്ട് പൊത്തി പിടിച്ചാൽ 20 മിനിറ്റ് കൊണ്ട് ആ മുണ്ട് കവിഞ്ഞൊഴുകും. ഇപ്പോൾ ഡോക്ടർ പറയുന്ന അതിനൊരു സർജറി ചെയ്യണം. പക്ഷേ സർജറിയോ ആൻറ്റിബയോട്ടിക്കുകളോ ഇഞ്ചക്ഷൻസോ കയ്യോ കാലോ ഒടിഞ്ഞ പ്ലാസ്റ്ററോ ഇടാൻ പറ്റില്ല. ആ സ്ഥാനത്ത് എല്ലാ വെല്ലുവിളികളും അതിജീവിച്ച് ഞങ്ങളിപ്പോൾ സർജറി ചെയ്യുകയാണ്. സർജറി ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്തും സംഭവിക്കും. പക്ഷേ സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടും പോണ്ടിച്ചേരി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ സെൻട്രൽ പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജ്, പക്ഷേ അവിടെ അനസ്തേഷ്യ ഡോക്ടർ തയ്യാറാകാത്തത് കൊണ്ടും ഇവിടെ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചിട്ടും ആരും തയ്യാറാവാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ സർജറിക്ക് ഡേറ്റ് എടുത്തു. ഈ വരുന്ന 5-ാം തീയതിയാണ് സർജറി. പക്ഷേ അതിന് ഏകദേശം 1 ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരുന്നുണ്ട്. എല്ലാ മാസവും ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ വന്നത് കഴിഞ്ഞ ബുധനാഴ്ചയാണ്. എല്ലാം കൂടെ ഞങ്ങളെ കൊണ്ട് താങ്ങുന്നതിനപ്പുറമാണ്. പക്ഷേ എങ്ങനായാലും ആ സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. സർജറിക്ക് പോലും ബ്ലഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. അപൂർവ രോഗം ബാധിച്ചൊരു കുട്ടിയുടെ അമ്മ വളരെ വിഷമമായിട്ട് ഇവിടെ വന്ന് പറഞ്ഞു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങൾ കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കുന്നതായിരിക്കും. അവരെ നേരിട്ട് അറിയിച്ചോളാം. അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, ഒരു സംവിധാനം ചെയ്യാം കേട്ടോ. പോകുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടിട്ട് വേണം പോകാൻ.